സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥ്. അവൾക്ക് മുന്നിൽ മിന്നൽ വേഗത്തിൽ പോകുന്ന സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് ഓടിയെടുക്കുമ്പോൾ അവൾക്കുള്ളിൽ ഭയം മാത്രമായിരുന്നു. ശരവേഗത്തിൽ കാറിൽ കയറിയ സിദ്ധാർത്ഥിന് പിന്നാലെ അവളും കാറിൽ കയറി. കൊത്ത പിടിക്കാനാവാതെ അവളിരുന്ന് പെടാപ്പാട് പെട്ടു. സിദ്ധാർത്ഥ് പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ, ഇറങ്ങ്. അവളുടെ മുഖത്തേക്ക് പോലും നോക്കാതെ സിദ്ധാർത്ഥ് നിഷ്കരണം പറഞ്ഞു തീർത്തു. കേട്ടത് സത്യമാണോ എന്നറിയാതെ അവൾ അവനെ തന്നെ നോക്കി സ്തബ്ധയായിരുന്നു. ഇറങ്ങാനാ നിന്നോട് പറഞ്ഞത്, സിദ്ധാർത്ഥ്. പിന്നീട് അവൾ ഒന്നും മിണ്ടാതെ സിദ്ധാർത്ഥ് കാറിൽ നിന്ന് ഇറങ്ങി അവളുടെ സീറ്റ് ഡോർ തുറന്ന് ഗൗരിയെ വലിച്ച് പുറത്തേക്ക് നിർത്തി. സത്യത്തിൽ ആ പ്രവൃത്തിയിൽ അവൾ നടുങ്ങിപ്പോയിരുന്നു. ഇത്രയും വലിയ തെറ്റെന്താണ് ഞാൻ ചെയ്തതെന്ന് അവൾ ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് സിദ്ധാർത്ഥിൻ്റെ ഇടിമുഴക്കം പോലുള്ള ശബ്ദം അവിടെ മുഴങ്ങിക്കേട്ടത്. എൻ്റെ വീട്ടിലെ വേലക്കാരിക്കും പാചകക്കാരനും കയറുനിറങ്ങാനല്ല സിദ്ധാർത്ഥ് വർമ്മ കാർ വാങ്ങിയിട്ടിരിക്കുന്നത്. മേലിൽ എൻ്റെ കാറിൽ കയറി പോകരുത്. എൻ്റെ വീട്ടിലെ പണിക്കാരി ആ സ്ഥാനത്ത് നിന്നാൽ മതി. അവൻ്റെ പൗരുഷമായുള്ള വാക്കുകളിൽ അവൾ തകർന്നില്ലാതെയായി. കണ്ണുകൾ നിറഞ്ഞു വന്നു. മുന്നിലുള്ള വസ്തുക്കളൊന്നും തന്നെ അവൾക്ക് മുന്നിൽ വ്യക്തമാകാത്ത വിധം കണ്ണുനീർത്തുള്ളി തടം കെട്ടി നിന്നു. അവൾക്ക് മുന്നിൽ നിന്നും സിദ്ധാർത്ഥിൻ്റെ കാർ ശരവേഗത്തിൽ അവിടെ നിന്നും പാഞ്ഞുപോയി. എത്ര നേരം അവൾ അങ്ങനെ നിന്നു എന്നറിയില്ല. അശോക് വന്ന് വിളിക്കുമ്പോഴാണ് അവൾ ആ സത്യത്തിൽ നിന്നും പുറത്തേക്ക് വന്നത്. ഗായ്മ, തനിക്കിതെന്ത് പറ്റി? എന്തിനാ സിദ്ധാർത്ഥ് വർമ്മ തന്നോട് ഇത്ര ദേഷ്യപ്പെട്ടു പോയത്? അവൾ നിറഞ്ഞൊലിക്കുന്ന കണ്ണുകൾ ഷാളിൻ്റെ തലയിൽ തുടച്ചുകൊണ്ട് അശോകിനെ നോക്കി. ഒന്നുമില്ല, ഇടയ്ക്ക് സിദ്ധാർത്ഥ് ഇങ്ങനെയാണ്. എന്നാലും ഇതിച്ചിരി കൂടുതലാണ്. നീ രാമചന്ദ്രൻ നായരുടെ മകളാണെന്നറിയില്ലായിരിക്കും ആ പുതുതലമുറ സിദ്ധാർത്ഥ് വർമ്മയ്ക്ക്. അല്ലെങ്കിൽ തന്നെ നിന്നെപ്പോലെ ഒരു പെണ്ണിനെ എന്തിനാ സിദ്ധാർത്ഥ് വർമ്മയുടെ വീട്ടിൽ കിരണിനെ ഒന്ന് ഞാൻ കാണട്ടെ. അശോക്, ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ താൻ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല. സ്വത്തും പദവിയും അച്ഛനുണ്ടാക്കിയ പേരും എന്തിന് കിരൺ പോലും. ദയവ് ചെയ്ത് ഇനി കിരണിൻ്റെ പേരും പറഞ്ഞ് എന്നെ കൂടുതൽ വിഷമിപ്പിക്കരുത്. സത്യത്തിൽ അത് അശോകിനൊരു ഷോക്ക് തന്നെയായിരുന്നു. കിരൺ, അവൻ നിന്നെ ഇട്ടിട്ട് പോയോ? അവൾ ഒന്നും മിണ്ടാതെ കണ്ണുകൾ ഇറക്കി അടച്ചു നിന്നു. പെട്ടെന്നൊരു കാർ അവൾക്കരികിലായി വന്നു നിന്നു. ഗൗരി മാഡം വരൂ. അവൾ അകത്തേക്ക് നോക്കി. അത് സിദ്ധാർത്ഥിൻ്റെ ബോഡി ഗാർഡ്സ് 1-2 പേർ അതിലുണ്ടായിരുന്നു. ഞാൻ പോകുവാണ് അശോക്. അത്രയും പറഞ്ഞ് അവൾ കാറിൽ കയറി. ഗൗരി, അശോക് അവളെ വിളിച്ചു. ശേഷം അവൾക്ക് നേരെ ഒരു കാർഡ് നീട്ടി. എൻ്റെ നമ്പറാണ്, വിളിക്ക്. അത് ഗൗരിക്ക് നീട്ടിയെങ്കിലും അവളുടെ മുന്നിലിരുന്ന ബോഡി ഗാർഡ് ആ നമ്പർ കാർഡ് വാങ്ങി അവിടെ വെച്ച് തന്നെ കീറി താഴേക്കിട്ടു. എന്താടോ ഇത്? അത് ചോദിച്ചുകൊണ്ട് അശോക് നിന്നപ്പോഴേക്കും കാർ പോയി കഴിഞ്ഞിരുന്നു. അല്പനേരത്തിനുള്ളിൽ ഗൗരി വീട്ടിലെത്തി. ഗേറ്റ് പതിവ് പോലെ അകത്തു നിന്നും സിദ്ധാർത്ഥ് തുറക്കണം. ബോഡി ഗാർഡ്സ് എല്ലാം പുറത്തു വരെ മാത്രമേ വരാറുള്ളൂ. അവൾ ഗേറ്റ് തുറക്കാനായി കാത്തുനിന്നു. മിനിറ്റുകൾ പോയിക്കൊണ്ടിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞാണ് അവൾക്ക് മുന്നിൽ ഗേറ്റ് തുറന്നത്. ഗൗരി അകത്തേക്ക് കയറി. അവിടെ ഹാളിൽ തന്നെ സിദ്ധാർത്ഥ് ഉണ്ടായിരുന്നു. കണ്ണെല്ലാം ചുവന്ന് ചോര വരുന്നത് പോലെയായിരുന്നു. മുഖം കോപം കൊണ്ട് ചുവന്നിരിക്കുന്നു. താടിയെല്ലുകളിലെ അനക്കം അവൾ ശ്രദ്ധിച്ചു. പല്ലുകൾ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെയാണ്. ഭയത്തോടെയും സിദ്ധാർത്ഥ് അവളെ അകറ്റി ആട്ടിവിട്ടതിൻ്റെയും വിഷമം അവളിൽ നല്ലതുപോലെ ഉണ്ടായിരുന്നു. അവൾ ഇടറുന്ന ശബ്ദത്തിൽ സിദ്ധാർത്ഥിനെ വിളിച്ചു. സിദ്ധാർത്ഥ്! അവൻ്റെ പക്കൽ നിന്നും മറുപടി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വീണ്ടും അവൾ അവനെ വിളിക്കാനാഞ്ഞതും പൊടുന്നനെ അവളുടെ മുന്നിലേക്ക് ഫ്ലവർ വേസുകൾ വീണ് ചന്നം ചിഹ്നമായി. ചെവിയിൽ കൈവച്ചുകൊണ്ട് അവൾ ഒരട അനങ്ങാതെ വിറച്ചു നിന്നു. ഒരു ഭ്രാന്തനെ പോലെ സിദ്ധാർത്ഥ് കിട്ടിയതെല്ലാം അവൾക്ക് മുന്നിലിട്ട് പൊട്ടിച്ചുകൊണ്ടിരുന്നു. സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥ്! ഭയം കൊണ്ട് അവൾ നിലവിളിച്ചു കൊണ്ടിരുന്നു. മതി മതി, ഇതോടെ തീർന്ന് ഞാനും നീ ആയുള്ള എല്ലാം. നീ എൻ്റെ വീട്ടിലെ സെർവൻ്റ് ആണല്ലോ അല്ലേ? അവൾ പറഞ്ഞ വാക്കുകൾ അവൻ്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി എന്നവൾക്ക് മനസ്സിലായി. നീ ആരുടെ പെണ്ണാന്നാ പറഞ്ഞത്? കിരണിൻ്റെ അല്ലേ? കോപത്തിൻ്റെ അവസാനം എന്നോണം സിദ്ധാർത്ഥ് ഗൗരിക്ക് നേരെ പാഞ്ഞെടുത്തു. പൈറടി, നീ എൻ്റെ ആരാന്ന്? സിദ്ധാർത്ഥ്! ഭയത്തിൽ കരച്ചിലടക്കാനാവാതെ ഗൗരി നിലവിളിച്ചു. ആ അശോക് നിന്നെ എങ്ങനെയാ പിടിച്ച്? ദേ ഇങ്ങനെയല്ലേ? അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് കലിപ്പിച്ച് ചോദിച്ചു. പെട്ടെന്നാണ് ആ പിടി വിട്ടുകൊണ്ട് സിദ്ധാർത്ഥ് അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചത്. പൊന്നു മോളെ ഗൗരി, ഇനി മേലിൽ ഇതുപോലെ ഒരുത്തൻ്റെ കൈ നിന്റെ ശരീരത്തിലെങ്ങാനും പതിഞ്ഞാൽ നിന്റെ അന്ത്യമായിരിക്കും. സിദ്ധാർത്ഥ്! നിലവിളിച്ചുകൊണ്ട് ഗൗരി കൈ കൂപ്പി അവന് മുന്നിൽ നിന്നു. ഇത്രയും വയലൻ്റായ സിദ്ധാർത്ഥിനെ ആദ്യമായി കണ്ട ഗൗരി ഭയത്തിൽ മരിച്ച അവസ്ഥയിലായിരുന്നു. സിദ്ധാർത്ഥ്!
അവൾ കരച്ചിലടക്കാനാവാതെ അവനെ വിളിച്ചു. സിദ്ധാർത്ഥ്, ഞാൻ പിന്നെ എന്താ അവനോട് പറയേണ്ടത്? ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്നോ? അത് പറയാനുള്ള അവകാശം എനിക്കില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ലേ? ഫ്രണ്ടാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ അശോകൻ മണ്ടനല്ല. ഇത്രയും വലിയ കോടീശ്വര പുത്രൻ എൻ്റെ ഫ്രണ്ട്. അവൾ പറഞ്ഞു നിർത്തിയത്. ഓ, അപ്പൊ അവനെ പറഞ്ഞപ്പോൾ നിനക്ക് പൊള്ളിയല്ലേ? സിദ്ധാർത്ഥ്, അങ്ങനെയൊന്നും പറയല്ലേ. മതി. ഇനി എനിക്ക് നിന്നെ കാണുക പോലും വേണ്ട ഗൗരി. നീ എൻ്റെ വീട്ടിലെ സെർവൻ്റ് ആണെന്നല്ലേ പറഞ്ഞത്? നിന്നെ ഞാൻ പറഞ്ഞു വിട്ടിരിക്കുന്നു. നീ ആഗ്രഹിച്ചതുപോലെ സിദ്ധാർത്ഥിൽ നിന്ന് നിനക്ക് മോചനം വേണ്ട. ഞാൻ തന്നു പോകാം നിനക്ക് എങ്ങോട്ടാണെന്ന് വെച്ചാൽ. സിദ്ധാർത്ഥ്, അവൾ അവൻ്റെ നെഞ്ചോട് ചേരാനാഞ്ഞതും അവളെ തള്ളി മാറ്റിക്കൊണ്ട് സിദ്ധാർത്ഥ് മുകളിലേക്ക് കയറിപ്പോയി. ഞാൻ എങ്ങോട്ട് പോകാനാണ് സിദ്ധാർത്ഥ്? നിങ്ങളല്ലാതെ എന്നെ സംരക്ഷിക്കാൻ ആരാണുള്ളത്? അവൾ ആലോചിച്ചുകൊണ്ട് കണ്ണുകൾ തുടച്ചു. എനിക്കാവില്ല നിങ്ങളെ വിട്ടുപോകാൻ, അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് സോഫയിലേക്കിരുന്നു. അന്ന് രാത്രി സിദ്ധാർത്ഥ് മുകളിലേക്ക് പോയിട്ട് നേരം ഒരുപാടായിരുന്നു. ഗൗരി കുളി കഴിഞ്ഞ് അടുക്കളയിൽ ആഹാരമുണ്ടാക്കി മുകളിലേക്ക് കൊണ്ടുവന്നു. അവിടെ സിദ്ധാർത്ഥ് അവൻ്റെ റൂമിലില്ലായിരുന്നു. ഇപ്പോഴും ദേഷ്യത്തിലാണെന്ന് അവൾക്കറിയാം. എങ്കിലും അവനെ കാണാതെ അവനോട് മിണ്ടാതെ ഒരിക്കൽ അവൾക്ക് ആവില്ലായിരുന്നു. ഓഫീസ് റൂമിലേക്ക് എത്തി നോക്കുമ്പോൾ സിദ്ധാർത്ഥ് അവിടെ ഉണ്ടായിരുന്നു. ഗൗരി പതിയെ വാതിലിൽ തട്ടി. ഒരു നോട്ടം അവൾക്ക് നേരെ വന്നെങ്കിലും അത് അധിക നേരമുണ്ടായിരുന്നില്ല. അവൾ അകത്തേക്ക് കയറി. അവളെ ഒന്ന് നോക്കുന്നത് പോലുമില്ല. അവൻ്റെ അടുത്തേക്ക് ചെല്ലും തോറും ഭയം അവളിൽ കൂടി വന്നുകൊണ്ടിരുന്നു. അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു നിന്നു. സിദ്ധാർത്ഥ് എഴുന്നേറ്റ് ജനലിൻ്റെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നിന്നു. ആ പ്രവൃത്തിയിൽ അവൾ വല്ലാതെ വിഷമിച്ചു പോയിരുന്നു. വീണ്ടും അവൻ്റെ അടുത്തേക്ക് അവൾ നടന്നു ചെന്നു. അവളുടെ മൃദുവായ കൈകൾ കൊണ്ട് അവൾ അവനെ മുറുകെ പുണർന്നു. പെട്ടെന്നുള്ള അവളുടെ പിടുത്തത്തിൽ അവന് നുലഞ്ഞെങ്കിലും ഒന്നും അറിയാത്ത പോലെ അവൻ നിന്നു. അവൻ്റെ വിരിഞ്ഞ ചുവരുകളിൽ തല ചായച്ചുകൊണ്ട് അവൾ അവനെ ഇറുക്കെ പുണർന്നു നിന്നു. അവളെക്കാൾ രണ്ടിരട്ടിയുള്ള സിദ്ധാർത്ഥിനെ മുഴുവനായി കെട്ടിപ്പിടിക്കാൻ അവൾക്ക് പറ്റിയില്ല. എങ്കിലും അവൾ ആ പിടുത്തമയക്കാൻ ഒരുക്കമായിരുന്നില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞ് അവൻ്റെ ചുമലുകൾക്ക് താഴെ നനവ് പടരാൻ തുടങ്ങിയിരുന്നു. സിദ്ധാർത്ഥ്, സോറി, എന്നോട് ക്ഷമിക്ക്. എന്നെ വേണേ 2 തല്ല് തല്ലിക്കൂ. എന്നാലും ഇങ്ങനെ മിണ്ടാതെ ഇരിക്കല്ലേ. എന്നെ ഒന്നും നോക്കാതെ നടക്കല്ലേ സിദ്ധാർത്ഥ്. അവളുടെ വാക്കുകൾ അവൻ്റെ ഹൃദയത്തിലാണ് പതിഞ്ഞതെങ്കിലും അശോകിൻ്റെ മുഖം ഓർമ്മയിൽ വരുമ്പോൾ അവളെ ഒന്ന് സ്നേഹത്തോടെ നോക്കാൻ പോലും അവന് തോന്നുന്നില്ലായിരുന്നു. പോകാനാഞ്ഞ സിദ്ധാർത്ഥിനെ ഗൗരി തടഞ്ഞുകൊണ്ട് അവൻ്റെ മുമ്പിലായി നിന്നു. പ്ലീസ് പോകല്ലേ സിദ്ധാർത്ഥ്. അകലം പാലിച്ചു നിന്ന ഗൗരി അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് അവൻ്റെ കാലുകൾക്ക് മീതെ കയറി നിന്നു. അവൻ്റെ കഴുത്തിലൂടെ 2 കൈകളും കോർത്തു പിടിച്ചുകൊണ്ട് നിറഞ്ഞു കലങ്ങിയ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് അവനെ തന്നെ അവൾ നോക്കി നിന്നു. ക്ഷമിച്ചെന്ന് പറ സിദ്ധാർത്ഥ്. അവളുടെ നിഷ്കളങ്കയ്ക്ക് മുന്നിൽ അവൻ വല്ലാതെയായി. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ കൺവെട്ടത്ത് പോലും വരാതെ ഞാൻ പൊയ്ക്കോളാം. ഒരിക്കലും ഈ ഗൗരി നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വരില്ല. എല്ലാറ്റിനും നന്ദി മാത്രമേ ഉള്ളൂ. അതിനും അവനിൽ നിന്നും മറുപടിയില്ലെന്ന് മനസ്സിലായ അവൾ പതിയെ അവനെ വിട്ടുമാറി. ഞാൻ പോവാ സിദ്ധാർത്ഥ്, നിങ്ങൾ ഹാപ്പി ആയിരിക്കും. നിങ്ങളെ ശല്യം ചെയ്യാൻ ഒരിക്കലും ഈ ഗൗരി വരില്ല. എന്നെ എല്ലായ്പ്പോഴും നിങ്ങൾ രക്ഷിക്കുമെന്ന അഹങ്കാരം ഇന്നത്തോടെ തീർന്നു. ബൈ സിദ്ധാർത്ഥ്. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ആ റൂമിൽ നിന്നും ഇറങ്ങി നടന്നു. അവൻ തിരിച്ചു വിളിക്കുമെന്ന് പ്രതീക്ഷിച്ച് നടന്നുകൊണ്ടിരുന്ന അവൾക്ക് തെറ്റി. അവളെ ഒന്ന് നോക്കുക പോലും സിദ്ധാർത്ഥ് ചെയ്തിരുന്നില്ല. സിദ്ധാർത്ഥ് പോയതും ഗൗരി വല്ലാത്ത വിഷമത്തിലായി. എന്നെ ഇഷ്ടമാണ് സിദ്ധാർത്ഥിന്. എന്നിട്ടും എന്തുകൊണ്ടാ ഇഷ്ടം പറയാൻ മടിക്കുന്നത്? ഇനി അനന്യ തിരികെ വരിക എന്ന പ്രതീക്ഷ സിദ്ധാർത്ഥിൽ ഉണ്ടാവുമോ? അവൾ ഒരു നെടുവീർപ്പോടെ ആലോചിച്ചു. സമയമേറെ വൈകിയിരുന്നു. ഉറക്കം ശരിയാവാത്തത് കൊണ്ട് തന്നെ ഗൗരി പിറ്റേന്ന് കോളേജിൽ പോയതുമില്ല. പതിവ് പോലെ കോഫി ടേബിളിൽ എത്താത്തത് കൊണ്ട് സിദ്ധാർത്ഥ് അവളുടെ റൂമിലേക്ക് ചെന്നു. നല്ല ഉറക്കത്തിലാണല്ലോ പൗതി. ഉറങ്ങിക്കോട്ടെ, ഇന്നത്തെ കോഫി ഞാൻ തയ്യാറാക്കാം. സിദ്ധാർത്ഥ് പതിയെ വാതിൽ ചാരിക്കൊണ്ട് കിച്ചണിലേക്ക് നടന്നു. നല്ല കോഫിയുടെ മണം മൂക്കിലൂടെ അടിച്ചു കയറിയപ്പോഴാണ് ഗൗരി ഉണർന്നത്. കണ്ണെല്ലാം ഇന്നലത്തെ കരച്ചിലിൻ്റെ ബാക്കിപത്രം എന്നോണം വേർത്തിട്ടുണ്ട്. കൺപോളകൾ വലിച്ചു തുറന്ന് ഗൗരിക്ക് ടേബിളിലേക്ക് നോക്കി. അവിടെ നല്ല ആവി പറക്കുന്ന കോഫി ഉണ്ടായിരുന്നു. അവൾ സത്യമാണോ എന്ന് നോക്കാൻ കണ്ണുകൾ ഒന്ന് തിരുമ്മി നോക്കി. അവളുടെ മുഖത്തൊരു ചെറു പുഞ്ചിരി വിരിഞ്ഞു. അപ്പോഴാണ് പിന്നിലൊരനക്കം അവൾ ശ്രദ്ധിച്ചത്. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയതും അവിടെ സോഫായിൽ അവളെയും നോക്കി കോഫി കുടിക്കുന്ന സിദ്ധാർത്ഥിനെ അവൾ കണ്ടു. നിങ്ങളിവിടെ?
എൻ്റെ ഭാര്യ ഇന്ന് എനിക്ക് കോഫി ഇട്ട് തന്നില്ല, അപ്പോൾ അവളെ ഒന്ന് കാണാൻ വന്നത്. അതും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് എഴുന്നേറ്റ് അവൾക്കടുത്തേക്ക് വന്നു. ദാ ഇത് കുടിക്ക്. സിദ്ധാർത്ഥ് അവൾക്ക് വേണ്ടി തയ്യാറാക്കിയ കോഫി എടുത്തുകൊണ്ട് പറഞ്ഞു. അല്പനേരം അവിടെ ശാന്തത തന്നെയായിരുന്നു. ഗൗരി, നമുക്കിന്ന് രാത്രി ഒന്ന് പുറത്തു പോയാലോ? സിദ്ധാർത്ഥ് അത് പിന്നെ? എന്തു പറ്റി? ഞാൻ ഇന്ന് രാത്രി ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ പോകാമെന്ന് കരുതിയിരിക്കുമായിരുന്നു. അമ്പലത്തിലോ? അവിടെ എന്താ വിശേഷിച്ച്? രാത്രി പൂജ. ഞാൻ നാളെ മോർണിംഗ് ബിസിനസ് ടൂർ പോകും. അതിനു മുന്നേ നീയുമായി ഒന്ന് പുറത്തേക്ക് പോയി വരാമെന്ന് വിചാരിച്ചതാ. സാരമില്ല, നീ പോയിട്ട് വാ. സിദ്ധാർത്ഥ്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അവളുടെ ശബ്ദത്തിൽ ഇടർച്ച അവന് നന്നായി മനസ്സിലായി. ജർമ്മനിക്ക്. 1 മാസം എടുക്കും തിരിച്ചു വരാൻ. അതുവരെ ഞാൻ നിങ്ങളില്ലാതെ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. എഗ്രിമെൻ്റ് കഴിഞ്ഞാലും നീ ഒറ്റയ്ക്കല്ലേ ജീവിക്കണ്ടേ? അപ്പോൾ ഇതങ്ങ് ശീലമാകും. അതും കൂടി ആയപ്പോൾ അവൾ വിങ്ങിപ്പൊട്ടി. അവളുടെ മനസ്സിൽ ചിരിച്ച് കനൽ വാരിയിട്ട് സിദ്ധാർത്ഥ് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. വീണ്ടും വീണ്ടും സിദ്ധാർത്ഥ് എഗ്രിമെൻ്റ് എന്ന വാക്കുച്ചാരിക്കുമ്പോൾ എല്ലാം അവൾക്ക് സഹിക്കാനാവാത്ത ഹൃദയവേദനയാണ് അനുഭവപ്പെടുന്നത്. ഇനി നാളെ മുതൽ 1 മാസത്തേക്ക് സിദ്ധാർത്ഥ് കൂടെയില്ലെന്ന് ആലോചിക്കുമ്പോൾ തന്നെ പേടി കൂടി വരികയാണ്. ഗൗരി ഒരു മെറൂൺ കളർ കുർത്തിയും അതിലേക്ക് ചുടി പാൻറ്റും കഴുത്തിൽ പിന്നിലേക്ക് തൂക്കിയിട്ട് ഷാളുമിട്ട് സിദ്ധാർത്ഥിൻ്റെ റൂമിനടുത്തേക്ക് ചെന്നു. അവിടെ സിദ്ധാർത്ഥ് നാളേക്കുള്ള വസ്ത്രങ്ങൾ എടുത്തു വെക്കുന്ന തിരക്കിലാണ്. അവൾ പതിയെ വാതിലിൽ ഒന്ന് തട്ടി. ഒന്ന് അവളെ നോക്കി വീണ്ടും പെട്ടിയിലേക്ക് നോട്ടം പായിച്ചതിൽ സിദ്ധാർത്ഥ് ശരവേഗത്തിൽ അവളെ ഒന്ന് നോക്കി. ഗൗരി! അവൻ അന്താളിച്ചു നിന്നുപോയി. അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവളെ മുഴുവനായി അവനൊന്ന് നോക്കി. അമ്പലത്തിലുള്ള പയ്യന്മാരുടെ കണ്ണ് മുഴുവൻ നിന്നിലാവുമല്ലോ പെണ്ണെ. സിദ്ധാർത്ഥ്, എന്താടോ? ഞാൻ അമ്പലത്തിൽ പോകുന്നില്ല. പിന്നെ ഞാൻ നിങ്ങളുടെ കൂടെ പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. സിദ്ധാർത്ഥ് അവളുടെ മുഖത്തേക്കൊന്ന് താഴ്ന്നു. സത്യം? പക്ഷേ എനിക്കിപ്പോൾ തീരെ ടൈമില്ല. അത് കേട്ടതും ഗൗരിക്ക് വല്ലാതെയായി. ഇനി കരയാൻ നിൽക്കണ്ട, ഞാൻ ദാ വന്നു. അവളുടെ മൂക്കിലൊന്ന് തോണ്ടിക്കൊണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു. കേട്ടപ്പോൾ അവൾക്ക് സന്തോഷം തോന്നി. കാറിലെ ഇരുണ്ട വെളിച്ചത്തിൽ ഗൗരി കൂടുതൽ സുന്ദരിയായി കാണപ്പെട്ടു. ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ട് മിററിലൂടെ അവളിലേക്ക് സിദ്ധാർത്ഥിൻ്റെ നോട്ടം പോയിക്കൊണ്ടേയിരുന്നു. ഗൗരി, നല്ല ഭംഗിയായിട്ടുണ്ട്. അവളൊരു ചിരിയോടെ തല താഴ്ത്തി. തന്നെ കെട്ടുന്നവൻ്റെ ഭാഗ്യമല്ലേ ഗൗരി? അത് കേട്ടതും അവളുടെ മുഖത്തെ ചിരി മാഞ്ഞു. എന്തേ, ഞാൻ പറഞ്ഞത് ഇഷ്ടമായില്ലേ? സിദ്ധാർത്ഥ് വാടിയ മുഖം കണ്ട് ചോദിച്ചു. അതിനവൾ ഒന്നും മിണ്ടിയില്ല. ശരി പറഞ്ഞ് തിരിച്ചെടുത്തു പോരെ. അല്പനേരം അവളുടെ മുഖത്ത് ആ പരിഭവം അങ്ങനെ ഉണ്ടായിരുന്നു. സിദ്ധാർത്ഥ് കാർ നേരെ ഒരു 7 സ്റ്റാർ ഹോട്ടലിലേക്കാണ് വിട്ടത്. ഗൗരി, വാ, ഇറങ്ങ്. അവിടെ സിദ്ധാർത്ഥ് ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നു. അങ്ങോട്ടേക്ക് ഇരുവരും നടന്നു. ഒരു പ്രൈവറ്റ് ഏരിയ ആയിരുന്നു അവിടം. മറ്റു ബഹളങ്ങളൊന്നുമില്ലാത്ത ശാന്തമായ സ്ഥലം. ഗൗരി, തനിക്ക് എന്താ വേണ്ടത്? സിദ്ധാർത്ഥ്, നിങ്ങൾ ഓർഡർ ചെയ്തോളൂ. ഞാനൊന്ന് വാഷ്റൂമിൽ പോയി പെട്ടെന്ന് തിരിച്ചു വരാം. വേഗം വരണം. അവൾ വാഷ്റൂമിലേക്ക് നടന്നു. തിരികെ വരുമ്പോൾ പെട്ടെന്ന് അവളുടെ പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. ഗൗരി! അവൾ തിരിഞ്ഞു നോക്കിയത് ചിരിക്കണോ കരയണോ എന്ന അവസ്ഥയിലായിരുന്നു. മറ്റാരുമല്ല, അശോകായിരുന്നു അത്. ഡോ ഗായുമ, താൻ ഇവിടെ എന്താ? അവൾ പറഞ്ഞു തുടങ്ങും മുന്നേ അവൻ സംസാരിച്ചു തുടങ്ങി. ഒന്നും പറയണ്ട, ഒരുപാട് കാലമായില്ലേ നമ്മൾ കണ്ടിട്ട്. ഇന്ന് തനിക്ക് എൻ്റെ കൂടെ ഫുഡ് കഴിക്കാം. ഇല്ല അശോക്, ഞാൻ ഓൾറെഡി ഓർഡർ കൊടുത്തിട്ടാണ് വന്നത്. ഇല്ലില്ല, ഒന്നും പറയണ്ട, താൻ വാടോ. അശോക് ഗൗരിയുടെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് മുന്നോട്ടേ കാഞ്ഞതും അശോകിൻ്റെ കൈ ശക്തിയായി ആരോ അവളുടെ കയ്യിൽ നിന്നും വലിച്ചു മാറ്റി. തിരിഞ്ഞു നോക്കിയതും സിദ്ധാർത്ഥിനെ കണ്ട് അശോക് ഒന്ന് ഷോക്കായി. അവൾ പറഞ്ഞില്ലേ ഓൾറെഡി ഫുഡ് ഓർഡർ കൊടുത്തു എന്ന്. ഇയാൾ പോയി കഴിച്ചാട്ടെ. സിദ്ധാർത്ഥ് കടുത്ത ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് ഗൗരിയെയും കൂട്ടി അവർ ബുക്ക് ചെയ്ത ഏരിയയിലേക്ക് പോയി. ഇന്നലെ ഉണ്ടായ പുകിൽ ചില്ലറയല്ല എന്ന് അവൾക്കറിയാം. അതുകൊണ്ട് കൂടുതൽ വഷളാവരുതെന്ന് അവൾ പ്രാർത്ഥിച്ചു. വാഷ്റൂമിൽ പോയ നേരെ എൻ്റെ അടുത്തേക്ക് വരാൻ തനിക്ക് അറിയില്ലേ അതോ? അപ്പോഴേക്കും സിദ്ധാർത്ഥിൻ്റെ സ്വരം ഉയർന്നു. സിദ്ധാർത്ഥ്, വേണ്ട എൻ്റെ ഗൗരി, നിന്നെ ഞാൻ ഇവിടെ നാട്ടിൽ ഒറ്റയ്ക്കാക്കി എങ്ങനെയാണ് ജർമ്മനിക്ക് പോകുന്നത്? നീ എന്നെ ടെൻഷനാക്കുന്നുണ്ട്. സിദ്ധാർത്ഥ്, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. എഗ്രിമെൻ്റ് കഴിയും വരെ ഞാൻ ഒരു തെറ്റിലും പോകില്ല. എന്തോന്ന്? എഗ്രിമെൻ്റ് കഴിഞ്ഞാൽ പോകാമെന്നാണോ? അങ്ങനെയല്ല പൊന്നു മോളെ ഗൗരി, ഒന്ന് ഞാൻ പറഞ്ഞേക്കാം. ഇപ്പോൾ ഉള്ള ജീവിതം തന്നെ അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കിക്കോ. ആരെയും ഇടയ്ക്ക് വെച്ച് നീ വലിച്ചു കയറ്റാൻ നിൽക്കണ്ട.
അതിൽ നിന്നുമാണ് അവൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലായിരുന്നു. സിദ്ധാർത്ഥ് പോയാൽ അവളുടെ അവസ്ഥ ആലോചിച്ച് അവൾക്ക് ഭയം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായിരുന്നു. ആ ആലോചന വല്ലാതെ കൂടിയപ്പോഴാണ് ഗൗരിയുടെ ശിരസിൽ ആഹാരം കയറി അവൾ ചുമയ്ക്കാൻ തുടങ്ങിയത്. സിദ്ധാർത്ഥ് അവൾക്ക് വെള്ളം കൊടുത്തുകൊണ്ട് പറഞ്ഞു, ടെൻഷൻ ആവണ്ട, തന്നെ സേഫാക്കിയ ശേഷമേ ഞാൻ പോകൂ, പോരെ? അവൾ ചിരിയോടെ തലയാട്ടി. അവൻ ശാന്തമായി സംസാരിക്കുന്നത് കണ്ട് അവൾ സംസാരിക്കാൻ തുടങ്ങി. സിദ്ധാർത്ഥ്, എന്താ? പോയാൽ എന്നെ വിളിക്കുമോ? വിളിക്കണോ? ഒരു ചിരിയോട് അവൻ ചോദിച്ചു. എന്നാ വിളിക്കാം. സിദ്ധാർത്ഥ്, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലേ? കുറച്ച് ക്രിഞ്ചാണേലും അവൾ ചോദിച്ചു. അവനൊരു ചിരിയോട് അവളെ നോക്കിക്കൊണ്ട് ഫുഡ് പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തു. പറ സിദ്ധാർത്ഥ്. അവൻ ചിരി തന്നെ മറുപടിയായി നൽകി. സിദ്ധാർത്ഥ്, പറയാം. എന്നാ പറയുന്നത് വരെ ഞാൻ മിണ്ടില്ല. അങ്ങനെ പറയരുത്. ഇല്ല, മിണ്ടില്ല. ഗൗരി. അവൾ മുഖം നാടകീയമായി പിടിച്ചുകൊണ്ട് ആഹാരം കഴിച്ചു. തിരികെ ഇറങ്ങുമ്പോൾ അശോകിനെ കണ്ടുടൻ സിദ്ധാർത്ഥ് അവളുടെ കൈ കോർത്തു പിടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നടന്നു. അതവൾക്ക് വല്ലാത്ത അനുഭൂതിയായിരുന്നു. കാറിൽ കയറി അവൾ സിദ്ധാർത്ഥിനെ ഒന്ന് നോക്കിയതുപോലുമില്ല. ഡോ, മിണ്ടടോ. അവൾ ജനലിനടുത്തേക്ക് ചേർന്നിരുന്നു. അവൾ ചാരിയിരിക്കുന്നത് കണ്ട സിദ്ധാർത്ഥ് ഒരു ചിരിയോടെ അവളുടെ സീറ്റ് ഡോർ ഓപ്പൺ ആക്കിയതു ഗൗരി താഴേക്ക് വീഴാൻ പോയി. ഭയത്തിൽ അവൾ സിദ്ധാർത്ഥിന് നേരെ തിരിഞ്ഞുകൊണ്ട് തുറിച്ചു നോക്കി. സിദ്ധാർത്ഥ്, എന്താടി? എന്താ ഇത്? നീ മിണ്ടാഞ്ഞിട്ടല്ലേ? പോ അവിടുന്ന്. നിങ്ങൾ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി തന്നില്ലല്ലോ. മറുപടി വേണോ? വന്നിട്ട് പറയാം. കാർ മുന്നിട്ടേക്ക് പോയിക്കൊണ്ടിരുന്നു. സിദ്ധാർത്ഥ്, പ്ലീസ്, ഞാൻ കാത്തിരിക്കുന്നത് കാര്യമുണ്ട് എന്ന് അറിയാനല്ലേ? സിദ്ധാർത്ഥ് കാർ ഒരു ഭാഗത്തേക്ക് ഒതുക്കി നിർത്തി. അവളുടെ നേരെ തിരിഞ്ഞിരുന്നു. അറിയണോ? അവളുടെ മുഖം അവൻ ഇരു കൈയിലും കോരിയെടുത്തുകൊണ്ട് അവളെ നോക്കി. ഗൗരി, എനിക്ക്. അവളുടെ മുഖം നാണത്താൽ ചുവന്നു. എനിക്ക് തന്നെ ഒരുപാട്. ബാക്കി കേൾക്കാനായി ഗൗരി കാത്തിരുന്നു. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാടി പെണ്ണേ. അതും പറഞ്ഞവൻ അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. ഗൗരി. ഗൗരി ഞെട്ടി എഴുന്നേറ്റതും സിദ്ധാർത്ഥ് അവളെ രൂക്ഷമായി നോക്കുന്നതാണ് അവൾ കണ്ടത്. അയ്യേ, അപ്പോൾ സ്വപ്നമായിരുന്നോ? അല്ലേലും ഇങ്ങേരങ്ങനെ പറയുമെന്ന് എനിക്ക് സ്വപ്നത്തിൽ പോലും തോന്നുന്നില്ല.